ഹായ് ഫ്രണ്ട്സ്, രുചി മേഗസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇത് ഈസിയായി നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അധികം പഴുക്കാത്ത, ആവശ്യത്തിന് മധുരവും പുളിപ്പൊക്കെയുള്ള ഒരു ചെറിയ പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഞാനിവിടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞ് പൾപ്പ് എടുക്കാനുള്ളതാണ്. ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2-3 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കേണ്ടതാണ്. ശർക്കര ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് ചേർക്കാനുള്ളതാണ്. ഇഞ്ചി നല്ലോണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 3 മുളക് ചെറുതായി അരിഞ്ഞത്, പുളി പിഴിഞ്ഞ് ചാറെടുത്ത് വെച്ചത്, ഇത് ശർക്കര മെൽറ്റ് ചെയ്തത്, 3 ഇതള് കറിവേപ്പില. ഇത്രയും എടുത്തു വെച്ചിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നല്ലെണ്ണയും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പകുതി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിൾ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അത് വറ്റുന്നതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റിക്കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയാൽ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളവും ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതും എന്നിവ ചേർത്ത് ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അച്ചാർ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയറും കൂടി ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.